ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി എതിർക്കാൻ UDF-നാകുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ UDF മുന്നോട്ട് വെക്കുന്നുണ്ടോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കുന്നുണ്ട്. ആ ജാഥയുടെ പേര് പുതുയുഗ യാത്ര എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ പുതുയുഗ യാത്ര വന്നപ്പോഴാണ് പഴയ യുഗത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്കൊരവസരം കിട്ടിയത്. ഏതാണ് പഴയ യുഗം? 2011 മുതൽ 16 വരെയുള്ള UDF-ന്റെ ഭരണകാലം. എന്തായിരുന്നു ആ ഭരണകാലത്തിന്റെ പ്രത്യേകത? കേരളം ഇത്രമേൽ തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇത് നമ്മൾ മാത്രം പറഞ്ഞല്ല. കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ ബഹുമാനപ്പെട്ട കെ മുരളീധരൻ പുത്തരിക്കണ്ടത്ത് മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചത് നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. എന്താ അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് മുരളീധരൻ പറഞ്ഞത്? മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ കള്ള് കച്ചവടക്കാരുടെയും കരിഞ്ചന്തക്കാരുടെയും നേതാവാണ്. മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ തട്ടിപ്പുകാരുടെയും മാഫിയകളുടെയും നേതാവാണ് എന്ന് പറഞ്ഞാൽ ആ 2011 മുതൽ 16 വരെയുള്ള ഭരണം എന്തായിരുന്നു എന്ന് ചുരുക്കം വാക്കുകളിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രസംഗിച്ച നേതാവാണ് കെ മുരളീധരൻ, ലീഡർ, സാക്ഷാൽ കരുണാകരന്റെ മകൻ. കേരളത്തിലെ മന്ത്രിയും കേരളത്തിലെ KPCC അധ്യക്ഷനും ഒക്കെയായിരുന്ന ആളാണ്. ഇന്ന് ജാഥ നയിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ UDF-ന്റെ ഭരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? എത്രയും അഴിമതി നിറഞ്ഞൊരു ഭരണത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യമെന്താ? ആ ഭരണം തിരിച്ചു കൊണ്ടുവരാനാണോ? അതനുഭവിച്ച മനുഷ്യരാണ് കേരളത്തിലുള്ളത്. ഈ 3.5 കോടി മലയാളികളെ ഇരുട്ടിലേക്ക് നയിച്ച ഒരു ഭരണമായിരുന്നു കോൺഗ്രസിൻ്റെത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും സർവ്വസാധാരണമായ ഒരു ഭരണം. പരീക്ഷാ കാലയളവിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നു. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരി കാലുകളും ആശ്രയിച്ച കുട്ടികളുടെ അനുഭവമല്ലേ അന്ന് കേരളത്തിലുണ്ടായിരുന്നത്? മഹാഭൂരിപക്ഷവും പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിയില്ലേ? ആവശ്യത്തിന് കരണ്ടില്ലാത്തതുകൊണ്ട്, ലോഡ് ഷെഡിങ് സർവ്വസാധാരണമാക്കിയതുകൊണ്ട് ഈ പ്രതിസന്ധി നിറഞ്ഞ കേരളത്തിൽ 1 മെഗാവാട്ടിന്റെ എങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 5 വർഷക്കാലത്തേക്ക് UDF-ന് എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നോ? കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കിട്ടേണ്ടുന്ന വൈദ്യുതി ലഭിക്കാൻ അവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വലിക്കണം. അതാണ് കൊച്ചി-ഇടമൺ പവർ ഹൈവേ. ആ കൊച്ചി-ഇടമൺ പവർ ഹൈവേ കേരളത്തിന് ആവശ്യമില്ല എന്നല്ലേ UDF പറഞ്ഞത്? ഈ 3.5 കോടി മലയാളികളോട് എന്തെങ്കിലും തരത്തിലുള്ള ദയാദാക്ഷിണ്യം ആ ഗവൺമെന്റ് ഉണ്ടായിരുന്നു?